ഓ ഷിറ്റ്, ടൈമായി. തുടങ്ങിയോ? മേ ഐ കമിൻ സർ? എന്ത് വേണം? എന്തിനാ പോന്നേ? സർ മേ ഐ കമിൻ എന്ന്. നേരെ എത്രയെന്ന് നിന്റെ വിചാരം? എനിക്ക് തോന്നുമ്പോൾ കയറി വരേണ്ടതാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ നീ സ്റ്റേറ്റ് ഫസ്റ്റ് ആണോ റാങ്ക് ഹോൾഡർ ആണോ അതൊന്നും ഇവിടെ വിഷയമല്ല. അതിൻ്റെ അഹങ്കാരമൊന്നും ഇവിടെ എടുക്കാൻ പാടില്ല. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. വേഗം പേപ്പർ എടുത്തോ, എക്സാം സ്റ്റാർട്ട് ചെയ്യാറായി. നോഹ, ആദിലെവിടെ? അവനെ കാണുന്നില്ലല്ലോ. അവനിന്ന് ആക്സിഡന്റാ സാർ. അതെന്താ? അത് പിന്നെ സാർ ഇന്നലെ അവൻ്റെ ഇറ്റ്സ് ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. നിന്റെ ശത്രു എഴുതുന്നത് നോക്കൂ. ഞാൻ കണ്ടു. അവൻ എഴുതട്ടെ, പഠിച്ചിട്ടില്ല എഴുതുന്നേ. എടാ, നിങ്ങളിതുവരെ അത് വിട്ടില്ലേ? അവര് അന്ന് എന്തോ പറഞ്ഞു എഴുതി. അതെ, നീ ഇപ്പൊ പരീക്ഷ ചെയ്താ നോക്ക്, അതൊന്നും നീ നോക്കണ്ട ആവശ്യമില്ല. എന്താണ് ഒരു സംസാരം? എക്സാം ആണെന്നുള്ള ഒരു ബോധമില്ലേ നിങ്ങൾക്കൊന്നും? മതി, ടൈം കഴിഞ്ഞു. ഇനിയൊക്കെ പിന്നെ നോക്കാം. എന്താ നോക്കി പഠിക്കുന്നേ? ഒന്നുമില്ല, നിന്നെ എനിക്ക് നല്ല പറ്റി ഒന്ന് കെട്ടിയ കൊള്ളാന്നുണ്ട്, അതുകൊണ്ടാ. നിന്നെ ഞാൻ Stop it! What is this? ചന്ത പിള്ളേർ പോലെ ഇവിടെ കച്ചറ കൂടി നടക്കുന്നു. Both are come to my cabin. എന്തൊരു പ്രശ്നം? ക്യാൻഡി കടന്നാണോ തല്ലൂടുന്നത്? ആര്? ഇത് നിന്റെ സ്ഥിര ഏർപ്പാടാണല്ലോ. ശരിയാണ്, ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്നത് നിന്റെ അച്ഛൻ തന്നെയാണ്. ബട്ട് അതൊരിക്കലും ഒരു ഗുണ്ടൈസം കാട്ടാനുള്ള ഒരു ലൈസൻസായി നീ കാണരുത്. ഇത് ഞാൻ ഇവിടെ സമ്മതിക്കില്ല. നിന്റെ പേരന്റിനെ കൂട്ടി കയറിയാൽ മതി ഈ ക്ലാസ്സിലേക്ക്. ആൻഡ് യു, നീ ഇവിടെ എത്തിയിട്ടാകെ 2-3 ദിവസമായിട്ടുള്ളൂ, എന്നിട്ട് കച്ചറോടി നടക്കുക? എന്തായാലും വേണ്ടില്ല. ഇനി ക്ലാസ് കയറണമെങ്കിൽ നിന്റെ ഗാർഡിയനെ വിളിച്ച് വന്നാൽ മതി. അല്ലേ വേണ്ട, ആരവിന്റെ പാരന്റിനെ ഞാൻ തന്നെ വിളിക്കാം. നീ എപ്പോഴും എസ്കേപ്പ് ആവില്ല ചെയ്യല്. ഇന്നത് നടക്കില്ല. മേ ഐ കം ഇൻ സർ? സാറെന്താ ഇപ്പൊ ഒന്നിങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും ഫണ്ടിന്റെ പ്രശ്നമാണ്? എത്ര ആണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളടുത്ത് വരാം. ഇല്ല സാർ, ഫണ്ടിന്റെ ഒരു പ്രശ്നമില്ല. ഞാൻ വിളിപ്പിച്ച് വേറൊരു കാര്യം പറയാനാ. വേറെന്ത് കാര്യം? അല്ല, ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? സാർ വരാൻ പറഞ്ഞിരുന്നു. സാറിനിപ്പോ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ കുട്ടികൾ കുറച്ച് വർക്ക് കൊടുത്തിട്ടാ പോന്നെ. എന്തായി? എന്താവൻ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വീട്ടില്. എന്നാ നീ ഞങ്ങളിപ്പം പോന്നേക്ക്, ഞങ്ങളൊപ്പം നിക്കാൻ എനിക്ക്. വേണ്ടടാ, ഞാൻ പൊക്കോളാം വീട്ടിക്ക്. എടാ, നീ ഇത് ആലോചിച്ചോണ്ടെടുത്ത തീരുമാനമാണോ? ആടാ, എനിക്കിപ്പോ ഇങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയും. നിനക്കൊക്കെ അറിയാലോ എന്റെ അമ്മേന്റെ കാര്യം. പോട്ടെടാ, നീ അത് വിട്ടേക്ക്. ഏതായാലും ഒരാഴ്ചയല്ലേ ഉള്ളൂ, നിനക്കറിയാലോ അവന്റെ സ്വഭാവം. എടാ അളിയ, നിനക്ക് സുഖമായല്ലോ, ഒരാഴ്ച ഇങ്ങനെ ക്ലാസ് കേൾക്കണ്ടല്ലോ, സന്തോഷിക്കടാ. എന്താടാ എന്റെ ക്ലാസ്സിന് കുഴപ്പം?
ഏ എന്താണ്? അടുത്ത ആഴ്ച പേപ്പർ കിട്ടുമല്ലോ. അപ്പൊ എന്റെ ഈ തുള്ളിച്ചാട്ടം എവിടെ എത്തുന്നെന്ന് നമുക്ക് നോക്കാം. ഇച്ചായന്റെ ക്ലാസ്സിന് എന്താ കുഴപ്പം? ഇച്ചായന്റെ ക്ലാസ്സിന് ഒരു കുഴപ്പമില്ല. ഓർക്ക് ഗുളിക വാങ്ങാൻ പൈസ ഇച്ചായന്റെ ക്ലാസ് കിട്ടാ മതി. അല്ല വിഹാനെ, നീ കുറെ നേരം തപ്പൽ തുടങ്ങിയിട്ട് എന്താ നീ തപ്പുന്നേ? എടാ, അതെന്റെ ID കാർഡ് കാണുന്നില്ല, അതേ ഞാൻ തപ്പുന്നേ. അതവിടെ ക്യാൻറ്റീൻ ചാടിയിട്ടുണ്ടാവൂടാ. എടാ കുരുപ്പേ, അതൊന്ന് പോയി നോക്കിക്കാ. കുരുപ്പ് നിന്റെ തന്ത? അല്ല, അത് നിങ്ങളെ രണ്ടുപേരുടെയും തന്തയല്ലേ? എന്റെ അറിവിൽ അതാണ്. ഇനി മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ശരിയാണല്ലോ. അങ്ങനെ വെച്ചാ നിന്റെ കെട്ടിയോൻ. എടാ പന്നി, നീ എന്റെ കെട്ടിയോനെ വിളിക്കാനായോ? നിന്റെ കെട്ടിയോനാടാ കുരുപ്പ്. ഒന്നും ഉണ്ടാക്കുവോ? നിങ്ങൾ ആരും നോക്കണ്ട, ഞാൻ എന്നെ പോയി നോക്കിക്കോളാം. വേണ്ടളയാ, ഞാൻ പോയി നോക്കിക്കോളാം. ഓ ഷിറ്റ്. എടാ എന്താ, എന്തുപറ്റി? ഇതാരാണ് ചെയ്തേ? എനിക്കെങ്ങനെ അറിയാനാ? എന്തായാലും ഇത് മനഃപൂർവ്വം ചെയ്ത പണിയാ. എന്നാലും ഇപ്പൊ ഇതാരാ ചെയ്തേ? അവൻ അല്ലാതെ ആരാ അതൊക്കെ ചെയ്യാ? അതിന് നീ കണ്ട അവനാ ചെയ്യുന്നതെന്ന്. ആവശ്യമില്ല അതെന്തിനുള്ള കുറ്റമൊത്തം അവന്റെ മേത്തിടുന്നേ. എടാ ഇത് നോക്ക്, ഇത് അവന്റെ അല്ലേ? ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞല്ലേ അവനാവുന്നു. നിനക്കൊക്കെ അല്ലേ അവന് ഇത്ര വിശ്വാസം. ഏതായാലും ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഇതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുക്കാതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. എന്താടാ നീ ഇതുവരെ പോയില്ലേ? എന്തുപറ്റി? അത് പിന്നെ എന്തുപറ്റി? കാർ പഞ്ചറായോ? ഞാൻ ഓടിക്കാം, എന്നാ എൻ്റെ ഒപ്പം പോരി. എനിക്ക് കുറച്ച് വർക്കുണ്ട് അവിടെ. വേണ്ട, ബുദ്ധിമുട്ടണ്ട, എനിക്ക് കുഴപ്പമില്ല. നിന്നോടല്ലേ പറഞ്ഞേ ഞാൻ വീട്ടിലാക്കാമെന്ന്. മിസ്റ്റർ ആരയുമേൻ, ഇനി മുതൽ നിന്റെ ജീവിതം എൻ്റെ കയ്യിലാവും. എൻ്റെ കയ്യിൽ നിന്നാടുന്ന വെറും കളിപ്പാവ് പോലെ.